So welcome once again. നമുക്കപ്പോ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ആക്ടിവിറ്റി എടുക്കാം. പേജ് നമ്പർ 51 എടുത്തു. ടെക്സ്റ്റില് പേജ് നമ്പർ 51. ഇപ്പോ നിങ്ങൾ സംസാരിക്കേണ്ട ടൈമില് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോ എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുമല്ലോ, ആ സമയത്ത് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക. അത് സംസാരിച്ചു കഴിയുമ്പോൾ വീണ്ടും മ്യൂട്ട് ചെയ്യുക. അപ്പോ വേറെ വോയിസോ വേറെ ഒന്നും കേൾക്കത്തില്ല. അപ്പൊ ഈ ക്ലാസ് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ പേജ് നമ്പർ 51 എടുത്തോ. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കാം. നോക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? അപ്പൊ ഇതിലെ ആക്ടിവിറ്റീസ് അല്ലേ? അപ്പോ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കാം. ഓക്കെ, വായിച്ചു. Lenjo's story, there are many expressions which appeal to our sense of sight, hearing, smell, taste, and touch. For example, fresh and sweet air appeals to sense of smell. The field was white appeals to sense of sight. Okay, sir. Find out from the story more expressions which appeal to your sense. Okay. അപ്പൊ നിങ്ങളെല്ലാം ലഞ്ചോടെ സ്റ്റോറി പഠിച്ചല്ലോ? Yes sir, പഠിച്ചു. അതില് കുറെ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നമ്മുടെ സെൻസ് ഓഫ് സൈറ്റ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹിയറിംഗ് കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്മെല്ല് കൊണ്ട് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ടേസ്റ്റ് രുചി, ടച്ച് സ്പർശനം കൊണ്ട് അറിയാൻ പറ്റുക. അപ്പോൾ അതിലുള്ള 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ. അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ എങ്ങനെ അറിയാൻ പറ്റും? എയറിലൂടെ അറിയാൻ പറ്റും. പക്ഷെ ഇത് നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യാം? എങ്ങനെയായിരിക്കും? അൻസ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. അറിയാവോ? എന്താ? അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇത് സ്വീറ്റ് എയർ അല്ലെങ്കിൽ ഫ്രഷ് ആൻഡ് സ്വീറ്റ്, അതായത് നിങ്ങൾ രാവിലെ എണീക്കുന്നവരാണോ? രാവിലെ എത്ര മണിക്കാണ് എണീക്കുന്നേ? 7 o'clock. അപ്പൊ ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് രാവിലെ 6 മണിക്കൊക്കെ എണീക്കണം. എന്നിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങണം. അപ്പൊ ഈ ഒരു മണ്ണിന്റെ സ്മെല്ലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, ആ ഒരു ഫ്രഷ് എയർ അല്ലെങ്കിൽ ആ ഒരു എയറിന്റെ സ്മെൽ, നമുക്ക് എയർ എന്ന് പറയുന്നത് സ്മെല്ല് കൊണ്ടുവരുന്ന സാധനമല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എയറിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ. നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ അപ്പീൽസ് ടു സെൻസ് ഓഫ് സ്മെൽ, അതായത് അത് നമുക്ക് സ്മെല്ലായിട്ട് അറിയാൻ പറ്റും. ദ ഫീൽഡ് വാസ് വൈറ്റ്, അതായത് ഫീൽഡ് ഏത് കളറാണ്? അൺമ്യൂട്ട് ചെയ്യണോ? ഇപ്പൊ മ്യൂട്ട് ചെയ്തു. അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ സർ. ഓക്കെ. അപ്പോ ഫീൽഡ് വാസ് വൈറ്റ്. അപ്പോ ഈ വൈറ്റ് എന്ന് പറയുന്നത് കളറാണ്. അപ്പൊ ആ കളറിനെ നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ് അപ്പീൽസ് ടു സെൻസ് സൈറ്റ്. സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് കാണാൻ പറ്റുക ആണല്ലോ. അപ്പൊ ഇതുപോലെ
ഈ സ്റ്റോറി ലെഞ്ചോയുടെ സ്റ്റോറിയിൽ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. ഇതേപോലെ കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, ടേസ്റ്റ് രുചി കൊണ്ട് അറിയാൻ പറ്റുന്നത്, ഇത്തരം കുറച്ച് എക്സ്പ്രഷൻസ് അവിടെയുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്തെന്ന് മനസ്സിലായല്ലോ. അതായത് ടേസ്റ്റ് ആവാം, സ്മെല്ലാവാം, അല്ലെങ്കിൽ കേൾക്കുന്നതാവാം, കാണുന്നതാവാം. ഓക്കെ, അതില് ഒരു സെന്റൻസ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് അയച്ചു തരാം. അത് നിങ്ങൾ പേഴ്സണൽ വാട്സാപ്പിലാണോ? പേഴ്സണൽ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. ഓക്കെ സർ, ഓക്കെ. അതില് ഇപ്പോ ഫോർ എക്സാമ്പിൾ അതിലൊരു സെന്റൻസ് ഉണ്ട്. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ലൈൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ? സർ എവിടെ സർ? ലഞ്ചോയുടെ സ്റ്റോറിയിൽ നോക്കിക്കേ. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോൺ വാസ് ഡിസ്ട്രോയ്ഡ്, അതായത് അതെന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അത് കോൺ ചീത്തയായി, അത് അവർക്ക് ആ ഒരു കൃഷി ചീത്തയാവുന്നത് അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, സൈറ്റ്. അപ്പോൾ അത് അത്തരത്തിലുള്ള കുറേ സെന്റൻസുകൾ ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് തോന്നുന്നതല്ല, അതായത് മനസ്സിലാവുന്നതെല്ലാം എഴുതുക. വായിക്കുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള എല്ലാ സെന്റൻസുകളും അതിൽ എഴുതുക. മനസ്സിലായോ? ഓക്കെ. ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് പാഠം വായിക്കാനുള്ളതാണ്. നിങ്ങൾ ഇത് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയോ എന്തെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. കേട്ടോ? ഓക്കെ സർ. അപ്പൊ ആക്ടിവിറ്റി നമ്പർ 2 ഇതാരാ വായിക്കുന്നേ? ആരെങ്കിലും ഒരാള് അമല ഒരിക്കൽ വായിച്ചില്ലേ? അപ്പൊ ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണ്ടേ? അപ്പൊ അടുത്തൊരാളെ നോക്കാം. അത് കഴിഞ്ഞിട്ട് അമലിലേക്ക് തിരിച്ചു വരാം. കേട്ടോ? അപ്പോ ഇപ്പോ ദിയോ കെനഡി അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചോ സെക്കൻഡ് ആക്ടിവിറ്റി. വായിച്ചു. In the above expression, the underlined activity 2 കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇല്ലേ? അത് വായിക്ക്. Look at the following expression from the story. A good harvest, new coins, a strong wind. In the above expressions, the underlined words tell us more about the words harvest, coins, and wind. Here, the underlined words tell us about the number and quality of the head word. Now, let's look at a few more examples and find out how the head words are described. അപ്പോൾ ഇവിടെ പറയുന്ന, അതായത് ഈ 3 സെന്റൻസ് ഒക്കെ, എ ഗുഡ് ഹാർവസ്റ്റ്, ന്യൂ കോയിൻസ്, എ സ്ട്രോങ് വിൻഡ്. അപ്പോൾ ഈ 3 സെന്റൻസ് നോക്കുക. ഇതില് കുറച്ച് എക്സ്പ്രഷൻസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഗുഡ് ഹാർവസ്റ്റ്, നല്ല വിളവെടുപ്പ്, ഒരു പുതിയ കോയിൻ, ഒരു സ്ട്രോങ് വിൻഡ്, അതായത് നല്ല ശക്തമായ കാറ്റ്. ഇതാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പോ ഇതില് ഈ ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് വേർഡാണ്. ഹെഡ് വേർഡ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട വേർഡ് എന്ന് പറയുന്നത് ഹെഡ് വേർഡ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് അതിൽ ഏറ്റവും മേജറായിട്ട് എന്ത് ചെയ്യുന്നു അതിനാ ഹെഡ് വേർഡ് എന്ന് പറയും. അപ്പോ ഇതില് ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് സെന്റൻസിൽ ഹാർവസ്റ്റ്. അപ്പൊ സെക്കൻഡ് സെന്റൻസിൽ അല്ലെ സെക്കൻഡ് ആ ഒരു ന്യൂ കോയിൻസിൽ ഏതായിരിക്കും ഹെഡ് വേർഡ്? കോയിൻ. സ്ട്രോങ് വിൻഡിലോ? വിൻഡ്. അപ്പോ ഈ ഹെഡ് വേർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസിനെയാണ് ഇവിടെ നോക്കുന്നത്. അതായത് ഈ ഹെഡ് വേർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുകയാണ്. ഇപ്പോ
ഈ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ബേഡ് ഹാർവെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഗുഡ് ഹാർവെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കോയിൻ ആവുമ്പോൾ അത് ചിലപ്പോ ഓൾഡ് കോയിൻ ആവാം, ന്യൂ കോയിൻ ആവാം. അപ്പോൾ അതുപോലെ നമ്മൾ അതിനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്, കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാ ഇവിടെ നമ്മൾ പറയുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അതില് നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ട് അതിനെ എലാബറേറ്റ് ചെയ്യുക, അതായത് അതിനെ വികസിപ്പിക്കുക. ഇപ്പൊ ഫസ്റ്റ് കാറ്റ്സ്. കാറ്റ്സിന് എന്തൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇവിടെ ആ പിക്ചറോടെ നോക്കി. Two cats, two black cats, two small black cats. ഓക്കെ, അപ്പൊ അത് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോ കാറ്റ് ആണ് നമ്മുടെ എന്താ, അതിനെന്താ പറയുന്നത്? സബ്ജക്റ്റ് അല്ലെ, ഹെഡ് വേർഡ്. ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഇവിടെ കാറ്റ്സ്. അപ്പൊ അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ബാക്കി ചെയ്യുന്നത്. അതെന്തൊക്കെയാ? ടു കാറ്റ്സ്. ഇവിടെ എത്ര കാറ്റ്സ് ഉണ്ട്? ടു കാറ്റ്സ്. അപ്പൊ അതുകൊണ്ട് അവിടെ ടു കാറ്റ്സ് എന്ന് പറയും. അപ്പൊ ടു എന്ന് പറയുന്ന ഹെഡ് വേർഡിന്റെ ഡിസ്ക്രിപ്ഷൻ. അതുപോലെയാണ് ടു ബ്ലാക്ക് കാറ്റ്സ്. അപ്പൊ രണ്ട് കറുത്ത പൂച്ചകളല്ലേ അവിടെ പടത്തിലുള്ള. അപ്പൊ അതുകൊണ്ട് അതിന് ടു ബ്ലാക്ക് കാറ്റ്സ്. അടുത്ത് വീണ്ടും അതിന് നമ്മൾ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാണ് ടു സ്മോൾ ബ്ലാക്ക് കാറ്റ്സ്. അതായത് അത് ചെറിയ രണ്ട് പൂച്ച. അപ്പോ ഇതിനെന്ന് പറയുന്നത്, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ചെയ്യുന്നതിന് ഇപ്പൊ ഇവിടെ certain words are added to the word cats. അതായത് ഈ cats എന്ന വേർഡിനോട് കുറച്ച് വേർഡുകൾ നമ്മൾ ആഡ് ചെയ്തു. These words tell us more about the cats, like their number, size and color. അപ്പോ ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെ? കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയെന്ന് നമുക്കറിയാം, പക്ഷെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാ? ടു കാറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് പൂച്ചകളുണ്ട്, അത് മനസ്സിലായി. ടു ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞു, അപ്പൊ പറയും രണ്ട് കറുത്ത പൂച്ചകളാണെന്ന് പറഞ്ഞു, അത് മനസ്സിലായി. അപ്പോ അത് അതിന്റെ കളർ. അത് കഴിഞ്ഞിട്ട് ടു സ്മോൾ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞു, അപ്പൊ രണ്ട് ചെറുതാണോ വലുതാണോ ഏത് സൈസിലുള്ള കാറ്റ്സ് ആണെന്നും നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അടുത്ത് കുറച്ച് വേർഡ് ഉണ്ട്. ഇപ്പൊ ബാഗ്. അപ്പൊ അതിന് എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതാരെങ്കിലും ഒരാൾ വായിച്ചേ? ആഷ്ലി വായിച്ചോ? ആഷ്ലി കുറച്ച് വായിക്കേ. A bag, a leather bag, a white leather bag, a big white leather bag. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, എ ബാഗ് അതൊരു ഹെഡ് വേർഡ് ആണ്. ബാഗ് എന്ന് പറയുന്നത് ഹെഡ് വേർഡ് ആണ്. എ ബാഗ് അതായത് ഒരു ബാഗ് ഉണ്ട് ഇവിടെ. എ ലെതർ ബാഗ്, എന്ത് തരത്തിലുള്ള ബാഗാണിത്? ഈ ലെതർ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു മെറ്റീരിയലിനെ പറയുന്നത്. അപ്പൊ എന്ത് തരം, ലെതർ ബാഗ് ആണോ, തുണി ബാഗ് ആണോ, അത് ക്ലോത്ത് ബാഗ് ആണോ, അത് എന്ത് തുണിയാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ ലെതർ ബാഗ്, എ ലെതർ ബാഗ് എക്സ്പ്രഷൻ. അടുത്ത അതിന്റെ കളർ നോക്കിയാൽ ഏത് കളർ? അപ്പൊ എ വൈറ്റ് ലെതർ ബാഗ്, കളർ. അടുത്തതിന്റെ സൈസ്, എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്, അതായത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വലുതാണ്, അതുകൊണ്ട് ബിഗ് വൈറ്റ് ലെതർ ബാഗ്. അടുത്ത ഫ്ലവേഴ്സ്. ഇപ്പൊ ഫ്ലവേഴ്സ് ഇവിടെ പിക്ചർ നോക്കി, ഇതില് എത്ര പൂക്കളുണ്ട്? 3. അപ്പൊ പറയാം 3 ഫ്ലവേഴ്സ്. അടുത്ത ഇതിന്റെ കളർ ഏതാ? യെല്ലോ കളർ. ഇല്ല, അപ്പൊ എത്ര പൂവുണ്ടെന്ന് പറയണം, ഇതിന്റെ കളർ എന്താണെന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? 3 യെല്ലോ കളർ. 3 യെല്ലോ ഫ്ലവേഴ്സ്. അടുത്ത ഇനി അത് പറയും, ഇതിന്റെ സൈസിന് നമ്മൾ പറയുക, ഇത് ചെറുതാണോ വലുതാണോ എന്നുള്ള കാര്യം. അപ്പൊ പറയാം 3 ടൈനി യെല്ലോ ഫ്ലവേഴ്സ്, അതായത് 3 ചെറിയ മഞ്ഞ പൂക്കൾ. അപ്പൊ അതിന് നമുക്ക് ഇത് കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ? അപ്പൊ അതിനെ പറയുന്നതാണ് 3 ബ്യൂട്ടിഫുൾ ടൈനി യെല്ലോ ഫ്ലവേഴ്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്താരാ? ബോയ്. എത്ര ബോയ് ഉണ്ട്?
one, അതുകൊണ്ട് a boy. അടുത്ത ഈ ബോയ് ചെറുതാണോ വലുതാണോ? little boy. ഓക്കെ, കണ്ടിട്ട് നല്ല സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത് Smart little boy. അപ്പോ ഇതിലിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഐഡന്റിഫൈ ദ വേർഡ്സ് ഇൻ ദ എബോവ് വേർഡ് പിരമിഡ്സ് വിച്ച് ടെൽ us about the number, ക്വാളിറ്റി, കളർ, ഷേപ്പ്, സൈസ് എക്സെട്ര. അതായത് ഇപ്പോ ഒരു വേർഡ്, ഇപ്പൊ ബോയ് എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നു കഴിഞ്ഞാൽ അതിനെ പിരമിഡ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അത് എത്ര എണ്ണം, അബൌട്ട് ദ നമ്പർ, അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി, അത് എങ്ങനെയുള്ള ഫ്ലവർ ആണ്, ക്വാളിറ്റി, അതിന്റെ കളർ, അടുത്ത് അതിന്റെ ഷേപ്പ്, അടുത്ത് അതിന്റെ സൈസ്. അപ്പോൾ ഇതേപോലുള്ള ഓരോ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോ ഇത് നമ്മള് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതില്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാഗ് നോക്കാം, അല്ലെ പോട്ടെ ഫ്ലവർ നോക്കാം. ഇപ്പോ എന്താ ഓക്കെ ഓക്കെ, അപ്പോ ഇത് മനസ്സിലായോ? ഇതേപോലെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോ അതിനെ നമ്മൾ എഴുതേണ്ട രീതി നമ്പർ, ക്വാളിറ്റി, കളർ, ഷേപ്പ്, സൈസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു ടേബിൾ ഉണ്ട്. ഇതിപ്പോ നമുക്ക് എഴുതാൻ പറ്റുന്നതാ. ഇപ്പോ ഫസ്റ്റത്തെ ഒരു എക്സാമ്പിളില് ഒരു എന്താ പറയുക, ഒരു ഫ്ലവർ എടുക്കാം. നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ഫ്ലവർ എടുക്കാം. അപ്പൊ ഇതിലെ ഹെഡ് വേർഡ് എന്തുവാ? ഫ്ലവർ ആണെങ്കിൽ ഇപ്പൊ മുകളിലുള്ള ഇത് വെച്ച് വേണം എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് നോക്കി പറഞ്ഞു. അപ്പൊ ഹെഡ് വേർഡ് എന്ത് വരും? ഫ്ലവർ. ഓക്കെ, അത് എത്ര ഫ്ലവർ ഉണ്ട്? ഫസ്റ്റ് നമ്പർ. അപ്പൊ എത്ര ഫ്ലവർ ഉണ്ട്? 3 ഫ്ലവർ. അടുത്ത് ക്വാളിറ്റി, അത് എങ്ങനെയുള്ള ഫ്ലവറാ? അല്ല, അത് അതിന്റെ സൈസ്. ടൈനി എന്നൊക്കെ പറയും. ടൈനി, സ്മോൾ, ലാർജ്, ബിഗ്, ഇതെല്ലാം വരുന്നത് അതിന്റെ സൈസാ. പക്ഷെ ക്വാളിറ്റിയാ ചോദിച്ചിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷതകളാണ്. അതായത് അത് കാണാൻ ഭംഗിയുള്ളതാണോ അല്ലെങ്കിൽ മോശമാണ്. എക്സാക്ട്ലി. അപ്പൊ ബ്യൂട്ടിഫുൾ എന്നതാണ് ഇവിടെ വരുന്നത്. അടുത്ത കളർ ഏതാ? യെല്ലോ. ഷേപ്പോ? ടൈനി. ഷേപ്പ് ഇതിൽ അവർ പറയുന്നില്ല. ആക്ച്വലി നമുക്ക് ഇതിൽ ഷേപ്പ് ആയിട്ട് പറയുന്നില്ല. ഇതിന് ഏത് ഷേപ്പ് എന്ന് പറയും? ഇതിന് നമുക്കൊരു ഷേപ്പ് പറയാൻ പറ്റുമോ? ഈ ഫ്ലവറിന് നമുക്കൊരു ഷേപ്പ് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അവിടെ ഷേപ്പ് ഒന്നും എഴുതണ്ട. അടുത്ത സൈസ് നോക്കണം. സൈസ് എന്താ? ഓക്കെ, അപ്പൊ അതുപോലെ ഇത് നിങ്ങള് അവിടെ എഴുതണം. മനസ്സിലായോ? ആരാ വിളിച്ചേ? കേൾക്കാമോ? ആ, പറഞ്ഞു. നേരത്തെ പഠിപ്പിച്ചില്ലേ 52ാമത്തെ പേജിലെ ലുക്ക് അറ്റ് ദി ഫോളോയിങ് തൊട്ട്? അതെ സാർ, അതൊന്നും കൂടെ പറഞ്ഞു തരാമോ? നെറ്റ് സ്ലോ ആയിരുന്നു, വീഡിയോ കിട്ടിയില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഓക്കെ, ഈ ആക്ടിവിറ്റി 2 അല്ലേ? 52, പേജ് നമ്പർ 52. ഓക്കെ, 52 ഇതല്ലേ? ഓക്കെ. അപ്പൊ അതായത് ഈ കാറ്റ് എന്ന് പറയുന്നത് ഹെഡ് വേർഡ് ആണല്ലോ. അത് മനസ്സിലായോ? കാറ്റ് എന്ന് പറയുന്നത് ഹെഡ് വേർഡ്. അപ്പൊ അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഈ പടം ജസ്റ്റ് ഇവിടെ ഉള്ള പടം നോക്കൂ. ഇതില് എത്ര കാറ്റ് ഉണ്ട്? 2 cats. അപ്പൊ അതുകൊണ്ടാണ് അവിടെ 2 cats. അതായത് എത്ര എണ്ണം, ക്വാണ്ടിറ്റി, നമ്പർ. അടുത്ത് നമ്മൾ നോക്കുകയാണ് അതിന്റെ കളർ എന്താ? ബ്ലാക്ക്. അപ്പൊ 2 black cats. അതുപോലെ തന്നെ അടുത്ത് ഇതിന്റെ സൈസ് എന്തുവാ? സ്മോൾ. അപ്പൊ അതിന് പറയാം 2 small black cats എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് എല്ലാ ഓപ്ഷനും അല്ല എല്ലാ ഇതും കൊടുത്തിട്ടുള്ളത്. ഇനി അത് പറയണോ?
അപ്പൊ അതുപോലെ ഇവിടെ സാർ 53-ലെ മറ്റേ ടേബിൾ ബോക്സ് വൺ മോർ ഒന്നും കൂടി പറഞ്ഞുതരോ? ഓക്കെ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഈ ടേബിൾ നമ്മളിപ്പോ മുകളിൽ നോക്കിയില്ലായിരുന്നോ? അതായത് ഈ ഫ്ലവർ, ബോയ്, ബാഗ് ഇതെല്ലാം നോക്കിയല്ലോ. അതിനെ നമ്മള് ഇവിടെ എഴുതാൻ പോവേ. ഇവിടെ എഴുതുന്നു. അപ്പൊ ഇവിടെ എഴുതുമ്പോ ഫസ്റ്റ് നമ്മൾ ഹെഡ് വേർഡ് എഴുതിക്കും. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം. ഫസ്റ്റ് ഹെഡ് വേർഡ് എഴുതുക. ഹെഡ് വേർഡ് എന്താ എഴുതും? ഇപ്പൊ ഫ്ലവേഴ്സ് ആണ് എടുക്കുന്നെങ്കിൽ ഏത് എഴുതും? എന്താ? നമ്പേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ്. അവിടെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഏതാ? ഹെഡ് വേർഡ്. അപ്പൊ ഹെഡ് വേർഡ് ആദ്യം എഴുതുക. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഹെഡ് വേർഡ് എന്താ കൊടുക്കേണ്ടത്? മുകളിൽ നമ്മൾ പഠിച്ച വെച്ച് ഫ്ലവേഴ്സ് ആണെങ്കിൽ എന്ത് കൊടുക്കും? ഫ്ലവർ കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് സൈസും എല്ലാം എഴുതിക്കോ. അപ്പൊ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഇവിടെ ഫ്ലവർ വരും. എനിക്ക് ടൈപ്പ് ചെയ്യാന് ഞാൻ നോക്കട്ടെ, ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് തരാൻ നോക്കാം. ഓക്കെ ഹെഡ് വേർഡ് ഇപ്പോ ഫ്ലവർ എഴുതിയല്ലോ. എഴുതുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അവിടെ ഫ്ലവർ എഴുതി. അടുത്ത് നമ്മൾ എഴുതുകയാണ്. ഇത് ഇപ്പൊ നേരെ നമ്പറിന്റെ അവിടെ വന്നു. നമ്പർ, ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ട്. അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട്? 3 നമ്മൾ എഴുതി. അടുത്ത് നമ്മൾ വരുന്നു നേരെ ക്വാളിറ്റി എങ്ങനെയാ? എന്താ എഴുതേണ്ട അവിടെ? അത് എങ്ങനെയാണ്? കൊള്ളാമോ, മോശമാണോ, അങ്ങനെയുള്ള. അപ്പൊ അവിടെ ഓക്കെ ഒരു സെക്കൻഡേ. ബ്യൂട്ടിഫുൾ അതവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ എന്ത് എഴുതണം? അടുത്ത് കളർ. കളർ എന്താ? ഓക്കെ, യെല്ലോ എഴുതി. ഇതിന് ഷേപ്പ് ഉണ്ടോ? ഇതിന് അപ്പൊ ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എഴുതണ്ട. അപ്പൊ അടുത്ത് സൈസ് എന്താ എഴുതും? ഇതുപോലെ നിങ്ങൾ ഓരോന്നും ഫില്ല് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ മനസ്സിലായോ? അമല് മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ അത് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. ഇനി അടുത്ത് ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. സം വേർഡ്സ് ആർ അണ്ടർലൈൻ. ഇവിടെ ഒരു താഴെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വേർഡ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് make the story more interesting by adding describing words to them similar to the ones you have listed above in the column. അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലേ, അതായത് ഡിസ്ക്രിപ്ഷൻ വേർഡ്, അതായത് ഹെഡ് വേർഡിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നിങ്ങൾ ഓരോ വേർഡ്സ് ചേർത്ത് അവിടെ എഴുതണം. അതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ഇപ്പൊ ഫസ്റ്റത്തെ ഇത് ആരാ വായിക്കുക? ആർക്ക് വായിക്കണം? ആർക്കും വായിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പേര് വിളിക്കാം. ആരാ? വായിച്ചു. സ്പാരോ തൊട്ട്. A sparrow laid small eggs in her nest on a tree. മതി, അത്രയും മതി. ഞാൻ വായിക്കാം. ഓക്കെ, അതായത് ഇപ്പൊ ഇതിലിപ്പോ മഹേഷ്, ഞാനത് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട്. ഓക്കെ, അപ്പൊ എ സ്പാരോ ഫസ്റ്റത്തെ ഇതില് എന്താ കൊടുത്തിട്ടുള്ളത്? എ സ്പാരോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ഇതിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എന്ത് വേർഡ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും? ഓക്കെ, എ ലിറ്റിൽ സ്പാരോ. അല്ലെങ്കിൽ വേറെ എന്ത് കൊടുക്കാം?
Yes, okay, small sparrow. Tiny. According to Wikipedia, Durga is identified as the principal Hindu goddess of war, strength, and protection. One second. Yeah, okay. സോ ഇതിലിപ്പോ സ്പാരോ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ആലോചിക്കുക ഇതിലിപ്പോ എന്തൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ടൈനി സ്മോൾ ഇതൊക്കെ വേണമെങ്കിൽ കൊടുക്കുക പക്ഷെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് കണ്ടുപിടിക്കാൻ നോക്കിയേ ആരെ ഓക്കെ സ്മോൾ പറയാം വേറെ എന്താ ബ്യൂട്ടിഫുൾ ഓക്കെ ബ്യൂട്ടിഫുൾ സ്പാരോ വേറെ വേറെ എന്തൊക്കെ പറയാം ടൈനി സ്പാരോ ടൈനി പറഞ്ഞ ടൈനി ഇതൊക്കെ പറഞ്ഞ വേറെ ഏതൊക്കെ പറയാൻ പറ്റും സ്പാരോ എന്താ കേട്ടില്ല ബ്യൂട്ടിഫുൾ സ്പാരോ ബ്യൂട്ടിഫുൾ ഇതൊക്കെ പറയാം ഇപ്പൊ നമുക്ക് പറയാം അടുത്ത് വേണമെങ്കിൽ മദർ സ്പാരോ ഒരു അമ്മക്കിളി എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും അപ്പൊ അതുപോലെയുള്ള ഇഷ്ടമുള്ള വേർഡ് അതൊക്കെ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് എഴുതേണ്ട കാര്യങ്ങൾ അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് സ്മോൾ എന്ന് എഴുതാം സ്മോൾ എഴുതാം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എഴുതാം ഇപ്പൊ ഞാൻ പറയുന്നത് മദർ സ്പാരോ ഓക്കെ അടുത്ത ലേഡ് സ്മോൾ എക്സ് അടുത്ത ഹെഡ് വേർഡ് എന്ന് പറയുന്നത് എക്സ് ആണ് അപ്പോ എഗ്ഗിന് എന്ത് നമുക്ക് എക്സിന് എന്താ സ്മോൾ ടു ഓക്കെ ആ സ്മോളിന് മുമ്പാണ് ലേറ്റ് ടു സ്മോൾ എക്സ് എന്ന് കൊടുക്കാറുണ്ട് ഇപ്പൊ എക്സിന് തൊട്ട് മുമ്പിലാണ് കൊടുക്കേണ്ടതെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റും ഓവൽ ഷേപ്പ് എഗ് ശരി തന്നെയാ പക്ഷെ നമുക്കത് കുറച്ചുകൂടെ എന്താ പറയുക നമ്മൾ ആ സെന്റൻസ് വായിച്ചു വരുമ്പോൾ നമ്മൾ കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയേ വേണ്ട ആ സെന്റൻസിനെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ള വേർഡ് കുഞ്ഞ് വേർഡ് അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് വേർഡ് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഇപ്പൊ കളറ് സൈസ് ഷേപ്പ് നമ്പേഴ്സ് ഇതെല്ലാം കൊടുക്കാൻ പറ്റും അപ്പൊ ഏതായിരിക്കും ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എക്സാക്ട്ലി വൈറ്റ് എക്സ് എന്ന് പറയുന്നത് യോജിക്കുക കാര്യം മദർ സ്പാരോ ലേഡ്സ് സ്മോൾ വൈറ്റ് എക്സ് അപ്പൊ അവിടെ അത് യോജിക്കുന്നുണ്ട് നന്നായിട്ട് യോജിക്കുന്നുണ്ട് കേൾക്കാൻ നല്ല സുഖമുണ്ട് ആണല്ലോ ഓക്കെ അടുത്ത് ഇൻ ഹെർ നെസ്റ്റ് ഓൺ എ ട്രീ അപ്പൊ നെസ്റ്റ് ആണ് അടുത്ത ഹെഡ് വേർഡ് അപ്പൊ അവിടെ എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക ഓക്കെ സ്മോൾ നെസ്റ്റ് ബ്യൂട്ടിഫുൾ നെസ്റ്റ് വേറെ ബാക്കിയുള്ളവർ ആൻസർ പറയേ അദ്വൈ പറഞ്ഞേ അൺമ്യൂട്ട് ചെയ്തിട്ട് അദ്വൈത് എന്താ ഉണ്ടായിരിക്കുന്നേ ഓക്കെ കുഴപ്പമില്ല ഇത് മതി ഓക്കെ അപ്പൊ ഇപ്പൊ കേൾക്കാം നെസ്റ്റിന് മുമ്പാണെങ്കിൽ എന്തവിടെ ചേർക്കാൻ പറ്റും അതിനൊരു ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് പറഞ്ഞേ ഓക്കെ സ്മോൾ നെസ്റ്റ് പക്ഷെ നമ്മൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ സ്മോൾ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ ഓൾറെഡി ഒരിക്കൽ വന്നു കഴിഞ്ഞു ഇപ്പോ സ്പാരോ ലേഡ് സ്മോൾ എക്സ് അല്ലെ സ്മോൾ വൈറ്റ് എക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്നിട്ട് വീണ്ടും അവിടെ സ്മോൾ എന്ന് ചേർക്കുന്നത് അത്ര യോജിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് പുതിയ വാക്കുകൾ വേണം അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് കേട്ടോ അപ്പൊ എന്ത് പറയാ നെസ്റ്റ് ഇപ്പൊ ഇവിടെ ആരാ ബ്യൂട്ടിഫുൾ നെസ്റ്റ് പറഞ്ഞു സ്മോൾ നെസ്റ്റ് പറഞ്ഞു അല്ലെങ്കിൽ ലോങ് നെസ്റ്റ് നീളമുള്ള അതായത് ഈ കുരുവി കൂട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ അപ്പൊ അങ്ങനെ ഉള്ള ഓരോ വാക്കുകൾ ആഡ് ചെയ്യുക അടുത്ത ഹെഡ് വേർഡ് എന്താ ആ സെന്റൻസിലെ ട്രീ അപ്പൊ ട്രീക്ക് എന്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ലാർജ് ട്രീ വേറെ വേറെ എന്താ അമല് ബിഗ് ട്രീ വേറെ അസിൻ Beautiful tree. A mango tree. Mango tree. Okay. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ അപ്പൊ ഇതേപോലുള്ള ഓരോ എക്സ്പ്രഷൻസ് ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്
അപ്പൊ ഇതിന്റെ ഒരു പാരഗ്രാഫിന്റെ മീനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതനുസരിച്ച് ബാക്കി നിങ്ങൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന്റെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് വേർഡ് എഴുതി എനിക്ക് അയച്ചു തരണം. കേട്ടോ? അപ്പോ ഓക്കെ. അപ്പോ സ്പാരോ ലേഡ് സ്മോൾ നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. ഹെഡിങ് എന്തിനാ? ചോദിച്ചു. അത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചേ. അവന് അത് വീണ്ടും മ്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞു. Sir, one morning in the mother sparrow feed out of next. അപ്പൊ one morning എന്തോന്ന് കൊടുക്കും സാർ? ഓക്കെ, വൺ മോർണിംഗ് എന്നുള്ളത്. അപ്പൊ അത് എന്ത് കൊടുക്കാൻ പറ്റും? മോർണിംഗ് എന്ന് പറയുന്നത് പ്രഭാതമാണ്. അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എല്ലാരും ഒന്ന് ആലോചിക്കും എന്തോ കൊടുക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ മോർണിംഗ്. വേറെ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, വേറെ എ ഗുഡ് മോർണിംഗ്, എ ഗ്രേറ്റ് മോർണിംഗ്, അല്ലെങ്കിൽ എ ഫൈൻ മോർണിംഗ്. ഇങ്ങനെ നമുക്ക് പല നമ്മളിപ്പോ സ്മാർട്ട് എന്നുള്ളത് നമുക്ക് അവിടെ യോജിക്കോ? ഇപ്പൊ സ്മാർട്ട് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് സ്മാർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെയൊക്കെ നമുക്ക് സ്മാർട്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ അല്ലാതെ മോർണിംഗ് എന്ന് പറയുന്നത് അപ്പൊ ആ ചേരുന്ന വാക്കുകൾ നോക്കുക. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. ഇപ്പൊ എന്ത് കിട്ടിയാലും അതിന് ജസ്റ്റ് പറഞ്ഞു നോക്കി, ഇത് അവിടെ ചേരോ, കൊള്ളായിരിക്കോ, എങ്ങനെയാന്നുള്ളത് നോക്കുക. റെയിനി മോർണിംഗ്. അപ്പൊ അതാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയാം, അങ്ങനെ ഓരോ വാക്കുകൾ യോജിക്കുന്നത് കണ്ടുപിടിക്കുക, അതവിടെ എഴുതുക. കേട്ടോ? അപ്പോ ഇതിന്റെ മീനിങ് ഞാൻ ഒരിക്കൽ പെട്ടെന്ന് പറയാം, കാര്യം സമയം പെട്ടെന്ന് പോകുന്നുണ്ട്, കാര്യം 2 ആക്ടിവിറ്റി ആയതേ ഉള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് ഞാൻ പറയാം. എ സ്പാരോ ലേഡ് സ്മോൾ എഗ്സ് ഇൻ ഹെർ നെസ്റ്റ് ഓൺ എ ട്രീ. അതായത് ഒരു കുരുവി ഒരു മരത്തില് കൂട് വെച്ചിരിക്കുകയായിരുന്നു. അതായത് മുട്ട അടവെച്ച് ഇരിക്കുകയായിരുന്നു. An egg hatch. അതായത് ഒരു മുട്ട ചെറുതായിട്ട് പൊട്ടി. അതായത് പീപ്ഡ് ഔട്ട്. അതായത് ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നു. അതായത് ഒരു ചെറിയ സൗണ്ടോടുകൂടെ ഒരു കുഞ്ഞ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു, ആ മുട്ടയിൽ നിന്ന്. The sparrow brought worms for the birdie. അതായത് ബേർഡി എന്ന് പറയുന്ന അതിന്റെ കുഞ്ഞിനെ. അപ്പോ വേംസ് അതായത് ഇരയൊക്കെ കൊണ്ടുവന്നു. ഏതിനു വേണ്ടിയിട്ടാ? ഈ സ്പാരോയ്ക്ക് വേണ്ടിയിട്ട്. The birdie ate them with its beak. Beak means ചുണ്ട്. അതിന്റെ ചുണ്ട് കൊണ്ട്, അല്ല അതിന്റെ വാ കൊണ്ട്, അത് അതിന്റെ ചുണ്ടോട് കൊത്തിയല്ലേ കഴിക്കുക. അപ്പൊ ചുണ്ടുകൊണ്ട് അത് കൊത്തി കഴിച്ചു. ഡേ പാസ്ഡ് ബൈ. അതായത് ദിവസങ്ങൾ കഴിഞ്ഞു. ഡേയ്സ് പാസ്ഡ് ബൈ, ദിവസങ്ങൾ കഴിഞ്ഞു. വൺ മോർണിംഗ് the mother sparrow flew out of the nest. ഒരു ദിവസം രാവിലെ മദർ സ്പാരോ അമ്മക്കിളി നെസ്റ്റിൽ നിന്ന്, കൂട്ടിൽ നിന്ന് പറന്നുപോയി. The chick opened its cute eyes and looked out. അതായത് ആ സമയത്ത് അതിന്റെ അമ്മക്കിളി അവിടെ ഇല്ല. അപ്പോ ഈ ഒരു കുഞ്ഞ് സ്പാരോ എന്ത് ചെയ്തു? അത് ചുറ്റും ഇങ്ങനെ അതിന്റെ കുഞ്ഞ് കണ്ണുകൾ തുറന്ന് അതിന്റെ ചുറ്റും ഒന്ന് നോക്കി. ലുക്ഡ് ഔട്ട് അതായത് പുറത്തേക്ക് നോക്കി. She saw flowers, leaves and fruits on plants and trees. അതായത് അവൾ കണ്ടു, പൂക്കൾ കണ്ടു, ഇലകൾ കണ്ടു, പഴങ്ങൾ നിൽക്കുന്നത്, ചെടികളിൽ പഴങ്ങൾ നിൽക്കുന്നത് കണ്ടു. അപ്പൊ ഇതൊക്കെ, പിന്നെ മരങ്ങൾ കണ്ടു. She opened her wings and flapped them. അതായത് അവളുടെ ചിറക് വിടർത്തി, അതായത് പറക്കാൻ നോക്കി.
അപ്പൊ അവൾ പറന്നു പോയി. അപ്പൊ ആ ഒരു ഇതാണ് കഥയുടെ മീനിങ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കഥയുടെ മീനിങ് അല്ല നോക്കും, മീനിങ് നോക്കണം. അതിനോടൊപ്പം ഇതിലെ ഓരോ വാക്കുകൾ, അതിന്റെ ഹെഡ് വേർഡ് എന്താണെന്ന് അറിയാലോ, ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഹെഡ് വേർഡ്സ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഓരോ വേർഡ് എഴുതുക. ഇപ്പൊ ആരോ ചേട്ടൻ ചോദിച്ചായിരുന്നു ഹെഡിങ് എഴുതണമെന്ന്. ഹെഡിങ് ജസ്റ്റ് ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2 എന്ന് എഴുതിയതിനു ശേഷം, ഇപ്പൊ ആക്ടിവിറ്റി 2 എന്ന് എഴുതിയതിനു ശേഷം ഇത് ഇപ്പോ സ്പാരോ, അപ്പൊ എന്ത് സ്പാരോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും എഴുതാം. അതായത് എ മദർ സ്പാരോ ലേഡ് സ്മോൾ വൈറ്റ് eggs in her small nest on a big tree. ആ രീതിയിൽ വേണമെങ്കിലും എഴുതിപ്പോ, അല്ലെങ്കിൽ ആ വാക്കുകൾ മാത്രം എഴുതിയിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള കാര്യം വേണമെങ്കിലും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഹെഡിങ് അങ്ങനെ കൊടുക്കണമെന്നില്ല. എന്താ കേട്ടില്ല, ഉറച്ചു പറഞ്ഞേ. ഓക്കെ, അവിടെ വേറെ എന്തോ പറഞ്ഞാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ആഡ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ബിഫോർ ദ അണ്ടർലൈൻ വേർഡ്സ് ആൻഡ് റീറൈറ്റ് ദ സ്റ്റോറി. അപ്പൊ ഈ സ്റ്റോറി ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. അപ്പോ ഇത് നോട്ടിൽ എഴുതാം. ഇത് ഈ അണ്ടർലൈൻ വേർഡിന് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എഴുതി ഈ സ്റ്റോറി അവിടെ എഴുതാം. അതാണല്ലോ, അത് മനസ്സിലായല്ലോ. ഇത് നോട്ട്ബുക്കിൽ എഴുതുമ്പോ വൺ മോർ ഒന്നും കൂടി പറഞ്ഞുതരോ? ഇത് നോട്ട്ബുക്കിൽ എഴുതുമ്പോ എന്താ ആദ്യം എങ്ങനെയൊക്കെയാണ് സാർ, ആദ്യം എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. ജസ്റ്റ് ആക്ടിവിറ്റി ഏത് ആക്ടിവിറ്റി ആണെന്ന് എഴുതുക നിങ്ങൾ. എന്നിട്ട് ജസ്റ്റ് ഇത് എഴുതിയാൽ മതി. എന്നിട്ട് എ സ്പാരോ, ഇപ്പൊ ഇത് എത്രയാണോ എഴുതേണ്ടത്, ഇതില് എഴുതുമ്പോ എ കഴിഞ്ഞിട്ട് സ്പാരോയ്ക്ക് എന്താണോ ഡിസ്ക്രൈബിംഗ് വേർഡ് അത് ആദ്യം എഴുതുക. എന്നിട്ട് സ്പാരോ എഴുതുക. ഇപ്പൊ എ മദർ സ്പാരോ എഴുതിയിട്ട് എന്താ, ആദ്യം സ്പാരോ എഴുതിയിട്ട് അതിന്റെ മുകളിൽ കൊടുക്കണോ? അല്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഞാനിപ്പോ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ അണ്ടർലൈൻ ചെയ്തു. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവല്ലോ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ നോട്ടിൽ എഴുതേണ്ടത്. എ ഓക്കെ മദർ സ്പാരോ laid small white eggs. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എഴുതണം. മനസ്സിലായോ? നേർക്ക് വെച്ച് എഴുതിയാൽ മതിയോ സാർ? ഏതാ സ്പാരോയെ തൊട്ട് നേർക്ക് വെച്ച് അണ്ടർലൈൻ ചെയ്തത് ബാക്കി അങ്ങോട്ട് ചെയ്ത് അങ്ങനെ എഴുതിയാൽ മതി. ആ സ്പാരോയിൽ, ഇപ്പൊ സ്പാരോയിൽ മാത്രം, അല്ലെങ്കിൽ ഈ മദർ സ്പാരോ ടോട്ടൽ ആയിട്ട് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ സാർ. ഇതിനിടയ്ക്ക് ആർക്കോ വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആരാ അത്? ദിയോ, അല്ല ദിയോ നിനക്ക് വിശക്കുന്നോ? അല്ല, അവിടെ സംസാരിക്കുന്നതായിട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് നിർത്താം കേട്ടോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇനിയുള്ള ആക്ടിവിറ്റീസ് കുറച്ച് ലെങ്തി ആക്ടിവിറ്റി. ഞാനതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, യു ഹാവ് മെറ്റ് എ ഫാർമർ, എ പോസ്റ്റ്മാൻ ആൻഡ് പോസ്റ്റ് മാസ്റ്റർ ഇൻ ദ സ്റ്റോറി ലെറ്റർ ടു ഗോഡ്. അതായത് നിങ്ങൾ ഇതില് ഫാർമർ, ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ഇതില് ഫാർമറിനെ പരിചയപ്പെട്ടു, പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു, പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ ഇവിടെ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് സോങ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദ പീപ്പിൾ ഓഫ് ദ ടൗൺ ഡു. ഇതില് ഇപ്പൊ പീപ്പിൾ ഇൻ മൈ ടൗൺ എന്ന് പറയുന്ന ഒരു കവിതയെ കൊടുത്തിട്ടുള്ളത്. ഇതില് കുറെ ആൾക്കാരും അവരുടെ ജോലികളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ജോലികൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതേണ്ടത്. ആരൊക്കെയാണ് ഇതിലുള്ളത്? ഇപ്പൊ ഫസ്റ്റ് ഒരെണ്ണം പറയാം. ഐ സീ എ ഫയർ ഫൈറ്റർ ഫൈറ്റിംഗ് ഫയർസ്. ആർമി ഇല്ല, ജസ്റ്റ് ഫസ്റ്റ് സെന്റൻസ് നോക്കിയോ, ഫസ്റ്റ് ലൈൻ നോക്കിയോ. ഐ സീ എ ഫയർ ഫൈറ്റർ ഫൈറ്റിംഗ് ഫയർസ്. അപ്പൊ അതിലെന്തായിരിക്കും? അതിലുള്ള ജോലിക്കാർ ആരായിരിക്കും? ഫയർ ഫൈറ്റർ. അപ്പൊ അതുപോലെ ഇതിൽ കുറെ വേർഡ്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ
നോക്കി എഴുതണം. കേട്ടോ? അപ്പൊ ഇതില് അഥവാ നിങ്ങൾക്ക് ഇപ്പൊ വായിച്ചിട്ട് ഏതാനും വേർഡിന്റെ മീനിങ് മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. കാര്യം നമുക്കിപ്പോ സമയം വളരെ കുറവാണ്. കാര്യം അല്ലെങ്കിൽ 8:30 പോലും നിർത്താൻ പറ്റത്തില്ല. ചിലപ്പോ 9 മണി വരെ ആയിപ്പോവും. അതുകൊണ്ടാ അത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിപ്പോവാം. അപ്പൊ ആ രീതിയിൽ ഇവിടെ ഓരോരുത്തരുടെ ജോലിക്കാർ, അതായത് ഇപ്പൊ ഫയർ ഫൈറ്റർ, അടുത്തത് കാർ മെക്കാനിക്, അടുത്ത പൈലറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ജോലികൾ എന്താണ്, അവരുടെ ആ ഒരു ജോലിയുടെ ആ ഒരു പൊസിഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക. അപ്പൊ എന്തൊക്കെ ഒക്കുപേഷൻ, അതായത് വാട്ട് ഡിഫറെന്റ് ഒക്കുപേഷൻസ് ആർ മെൻഷൻഡ് ഇൻ ദ സോങ്, ഇതില് എന്തൊക്കെ ഒക്കുപേഷൻ, എന്തൊക്കെ ജോലികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് എഴുതണം. അടുത്തത് വാട്ട് ഡു യു വോണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്, വൈ? നിങ്ങൾക്ക് ആരായി മാറണം, അതായത് നിങ്ങൾ വലുതാവുമ്പോൾ ആരാവണം, അത് നിങ്ങൾ എന്നെ പറയേണ്ടത്. ഇപ്പോ ഡിയോ കെനഡി, നിനക്ക് ആരാവണം? എനിക്ക് ഡോക്ടർ ആവണം. നല്ല ഡ്രീം ആട്ടോ ഇത്. അടുത്ത് ഇപ്പോ അമലുവിന് ആരാവണം? അമലു അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് ആരാവണം അമലുവിന്? ഒരു ടീച്ചർ ആവണം. കൊള്ളാലോ, നല്ല ഡ്രീം ആണല്ലോ. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവുമല്ലോ, അത് എഴുതുക. അത് എഴുതിയതിനു ശേഷം എന്തുകൊണ്ടാ നിങ്ങൾക്ക് അത് ആവാനുള്ള ആഗ്രഹം അത് കൂടെ എഴുതണം. കേട്ടോ? ഇപ്പൊ റിമിക്ക് ആരാവണം? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. റിമി അൺമ്യൂട്ട് ചെയ്ത്. കേട്ടില്ല, ഒന്നും കൂടി പറയോ. റിമിക്ക് വലുതാവുമ്പോ ആരാവണം? ടീച്ചർ. എന്താ ടീച്ചർ ആവാനുള്ള കാരണം? എന്താ ടീച്ചർ ആവാൻ ഇഷ്ടം? ടീച്ചർ എന്നാലും എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഇഷ്ടപ്പെട്ട ടീച്ചർ? ഓക്കെ, ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? ഇഷ്ടപ്പെട്ട ടീച്ചർ ജീജ ടീച്ചർ. അപ്പൊ എന്തുകൊണ്ടാ ജീജ ടീച്ചറിനെ ഇഷ്ടം? ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കും. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഇപ്പൊ ടീച്ചർ നന്നായിട്ട് പഠിക്കും, അതൊക്കെ കണ്ടായിരിക്കും നിങ്ങൾ അപ്പൊ നിങ്ങൾ വളരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു ഇൻസ്പിറേഷൻ, അതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ ആ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം തോന്നുന്നു. അപ്പൊ അത് എന്താണെന്നുള്ള കാര്യം അത് ജസ്റ്റ് എഴുതുക, നോട്ടിൽ എഴുതുക. കേട്ടോ? ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി പോവാം. ഫയർ ഫൈറ്റർ എന്നുള്ള ഇത് നോട്ട്ബുക്കിൽ എഴുതണം. അതായത് അതില് എന്താണ്, ഇപ്പൊ ഇതിൽ എന്തൊക്കെ ജോലിയാണ് ആണുള്ളത് അത് എഴുതണം. എന്താ ഇതിലെ വേണ്ട, അങ്ങനെ എഴുതണ്ട. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള ആ ഒരു ജോബ്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്നുള്ള കാര്യം മാത്രം എഴുതി. ലൈൻ ഒന്നും എഴുതണ്ട. ഇപ്പോ സെക്കൻഡ് ലൈൻ ആണ് കാർ മെക്കാനിക് ആണ്, കാർ മെക്കാനിക് എന്ന് മാത്രം എഴുതിയാൽ മതി. തേർഡ് ലൈൻ ആണെങ്കിൽ പൈലറ്റ്, അത് മാത്രം എഴുതിയാൽ, ആ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി, അല്ല കൂടുതലൊന്നും എഴുതണ്ട. ഓക്കെ, അപ്പൊ അടുത്ത 4th ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 4 പോവാലോ. ഇതില് ഇപ്പോ look at the following pictures, identify the occupation and write the names of the occupation in the boxes given below each picture. അതായത് ഇവിടെ കുറെ ഇപ്പൊ ഫയർ ഫൈറ്റർ, മെക്കാനിക്, പൈലറ്റ്, കാർപ്പന്റർ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ നോക്കിയതിനു ശേഷം ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഫസ്റ്റത്തത് ആരായിരിക്കും? ഫസ്റ്റത്തത് ലോയർ. രണ്ടാമത്തെ ആരാ? ഡോക്ടർ. ഗോപിക പറഞ്ഞ് മൂന്നാമത്തത് ആരാ? ഗോപിക അൺമ്യൂട്ട് ചെയ്ത്.
ഇത് മൂന്നാമത്തത് ആരാ ഇതില്? ഫോട്ടോ ഇട്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ പറയട്ടാ. അല്ല, ആദ്യം ഗോപിക ട്രൈ ചെയ്യും, എന്നിട്ട് അടുത്ത ആൾക്ക് പറയാം. അറിയാവോ? ആരാ? റൈറ്റർ എഴുതി കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ റൈറ്റർ. അപ്പൊ നാലാമത്തത് ആരാ പറയട്ടെ എന്ന് ചോദിച്ചേ? പറയട്ടെ എന്ന് ചോദിച്ച ആള് പറഞ്ഞേ. നാലാമത്തത് ആരാ? ആഷ്നയാണോ ചോദിച്ചേ? പറഞ്ഞു. ആരാ പറഞ്ഞേ? ഓക്കെ, മനീഷ് പറഞ്ഞു. നാലാമത്തത് ആരാ? ഇല്ല, നാലാമത് ഇത് നാലാമത്. അയാളുടെ കയ്യിലിരിക്കുന്നത് എന്താ? അയാളുടെ കയ്യിലിരിക്കുന്നത് ഇത് തീ അണയ്ക്കുന്ന സാധനം. അതായത് തീ അണയ്ക്കുന്ന ആ ഒരു വെള്ളം പമ്പ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ മോട്ടർ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, അതാണ് കയ്യിലിരിക്കുന്നത്. അപ്പൊ അതാരായിരിക്കും? അപ്പൊ അത് ഫയർ ഫൈറ്റർ. കേട്ടോ? അപ്പൊ അതുപോലെ നിങ്ങൾ ഓരോ ഇമേജ് നോക്കിയതിന് ശേഷം നിങ്ങൾ അത് ആരൊക്കെയാണെന്ന് എഴുതുക. പടമൊന്നും വരയ്ക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് നമ്പർ ഇട്ട് 1 2 3 4 അത് ആ രീതിയിൽ. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത് 1 2 3 4 ആ രീതിയിൽ നമ്പർ ഇട്ട് എഴുതിയാൽ മതി ആരൊക്കെയാണെന്നുള്ളത്. കേട്ടോ? അടുത്തത് ആക്ടിവിറ്റി നമ്പർ 5. Okay. We need help from other people on different occasions. നമുക്കാണെങ്കിൽ പലപ്പോഴും പല സാഹചര്യത്തിലും പല ആൾക്കാരുടെ സഹായം വേണ്ടിവരും. Who will you approach on the following occasion? നമ്മൾ ഇതില് ആരെയൊക്കെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുക? ഫസ്റ്റ്, you want to make a table. ഇപ്പൊ ഒരു ടേബിൾ ഉണ്ടാക്കുന്ന കാർപ്പന്ററിനെ ആശ്രയിക്കും. അടുത്ത്, you want to get your hair cut. Barber. You want to paint your house. Painter. When you are ill. Doctor. When a thief breaks into your house. Policeman. When a fire breaks out. Firefighter. When your bicycle needs repair. Mechanic. You want to change a water tap. Plumber. Okay, plumber. അപ്പൊ ഇതുപോലെ ഇത് നിങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. ഇത് എഴുതാണ്ട് യു വാണ്ട് ടു മേക്ക് എ ടേബിൾ ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം ആരാണ്? ഇപ്പൊ കാർപ്പന്റർ. ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ചോദിച്ചു എന്താ? അതിന്റെ താഴെ എഴുതിയാ മതി. അൻസാസിൻ എന്താ പറഞ്ഞോ? പൊയ്ക്കോ. ഇത് നമുക്ക് 6th ആക്ടിവിറ്റി ഒന്ന് നോക്കാം. അപ്പൊ 5ാമത്തെ ആക്ടിവിറ്റി മനസ്സിലായല്ലോ? 6th ആക്ടിവിറ്റി എന്താ? ഇത് ഞാൻ വായിക്കാം. The postmaster in the story said, I wish I had the faith of the man who wrote this letter. അതായത് postmaster in the story, ഇതിലുള്ള postmaster പറഞ്ഞു, I wish I had the faith of the man who wrote this letter. എനിക്ക് I wish I had, അതായത് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത്? faith of the man, ആ ഒരു ട്രസ്റ്റ്, ആ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ആരുടെ? who wrote this letter, ഈ ലെറ്റർ എഴുതിയ ആളുടെ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ
ആ ഒരു ഫെയ്ത്തിന് എന്താ പറയുന്ന, ആ ഒരു ആശ്രയം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അത് ഉണ്ടായിരുന്നു എങ്കിൽ the postmaster expressed his strong wish here. അപ്പോ ഇവിടെ ആരാ ഒരു വിഷ് പറഞ്ഞത്? പോസ്റ്റ് മാസ്റ്റർ ആണ് പറഞ്ഞത്. Now look at the following. Suja has to do a project on the topic rivers of India. സുജ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു പ്രൊജക്ട് ചെയ്യണം. ടോപ്പിക് എന്തുവാ? റിവേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ നദികൾ. ബട്ട് ഷീ കാൺട്ട് ഫൈൻഡ് എനി ബുക്സ് ടു റെഫർ ടു. പക്ഷെ അവക്കാണെങ്കിൽ ഒരു ബുക്കും കിട്ടിയില്ല. There is no library near her house. അപ്പോൾ അവിടെ ഒരു ലൈബ്രറിയും ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. പോസ്റ്റ് മാസ്റ്റർ ഇവിടെ പറഞ്ഞു ഐ വിഷ് ഐ ഹാഡ്. അപ്പൊ അയാൾക്ക് ആ ഒരു ഫെയ്ത്ത് ഇല്ലാത്തത് കൊണ്ട് അയാൾ പറഞ്ഞത് ഐ വിഷ് ഐ ഹാഡ് എ ഫെയ്ത്ത്. അതായത് എനിക്ക് അവിടെ ഈ കത്തെഴുതിയ ആളുടെ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു എങ്കിലെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ സുജയ്ക്കാണെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്യണം. അപ്പോ അവൾക്കാണെങ്കിൽ ബുക്കുകളൊന്നും നോക്കാനില്ല. അപ്പൊ അവള് പറയുക ദർ ഇസ് നോ ലൈബ്രറി നിയർ ഹെർ ഹൗസ്. അത് അവളുടെ വീട്ടിന്റെ അടുത്ത് ഒരു ലൈബ്രറിയും ഇല്ല. അപ്പൊ അവളിവിടെ എന്തായിരിക്കും അവള് പറയുക? I wish we had a library here. Okay, I wish I had a library in my home or near my home അല്ലെങ്കിൽ in my town. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പറയും. ആണല്ലോ? അപ്പൊ അതുപോലെ തന്നെയാണ് ടോമിന് ഒരു ബൈസൈക്കിൾ വാങ്ങിക്കണം. But his father says he will buy a bicycle for him after 2 years. അപ്പോ പക്ഷെ ആളുടെ ടോമിന്റെ ഫാദർ പറഞ്ഞു ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം നിനക്ക് സൈക്കിൾ വാങ്ങിച്ച് തരത്തുള്ളൂ. പക്ഷെ he felt very disappointed. Disappointed means അവർക്ക് ഭയങ്കര സങ്കടമായി, വിഷമം തോന്നി. അപ്പോ അവൻ അപ്പോഴേ ആലോചിക്കുകയാണ്. അപ്പോ ഐ വിഷ് ഐ ഹാഡ് എ ബൈസൈക്കിൾ. എനിക്ക് ഒരു ബൈസൈക്കിൾ ഉണ്ടായിരുന്നു എങ്കിൽ. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അതൊരു ഗ്രാമർ വാ. ഐ വിഷ് ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ ബൈസൈക്കിൾ, എനിക്ക് ഒരു ബൈസൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ പറയാണ് നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ എങ്ങനെ പറയും? I wish I had a mobile phone. അപ്പൊ അതുപോലെ എന്ത് കിട്ടിയാലും എഴുതാൻ പറ്റില്ല. ഐ വിഷ് ഐ ഹാഡ് എ മൊബൈൽ ഫോൺ, അല്ലെ ഐ വിഷ് ഐ ഹാഡ് എ ബൈസൈക്കിൾ, ഐ വിഷ് ഐ ഹാഡ് എ ബുക്ക്, ഐ വിഷ് ഐ ഹാഡ് എ ലാപ്ടോപ്പ്. I wish I had a truck. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ ഓരോ പിക്ചർ നോക്കിയതിന് ശേഷവും ഇതിൽ ഓരോരുത്തരുടെ ആഗ്രഹം എന്തായിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് എഴുതുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അതായത് ഈ ഐ വിഷ് ഐ ഹാഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം, ഈ ഒരു ഫ്രേസ് നമ്മുടെ മനസ്സിലുണ്ടാവണം എപ്പോഴും. അതിനു വേണ്ടിയിട്ടാ അതങ്ങനെ എഴുതാൻ പറഞ്ഞത്. ഇപ്പൊ സമയം 8:30. നിങ്ങൾക്ക് കുറച്ചു നേരം കൂടെ ഇരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? എല്ലാരും ഓക്കെ ആണോ? ഓക്കെ. ദിയോക്കനടി നിനക്ക് ഓക്കെ ആണോ? അല്ല, അവനെന്തോ ഫുഡ് കഴിക്കണമെന്നും തോന്നുന്നു. ക്ലാസ്സിലൊന്നും പോകാനും പറ്റുന്നില്ല. ആണോടാ? അയ്യോ, നമുക്ക് പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതൂടെ നോക്കിയിട്ട് വിടാം കേട്ടോ. ഇതില് നേരത്തെ പറഞ്ഞ അത് ബുക്കിൽ എഴുതണോ? ആക്ടിവിറ്റി 6 അത് എഴുതണം. അതെങ്ങനെയാണ് സാർ ഒന്ന് പറഞ്ഞുതരോ? അത് എഴുതേണ്ടത് ജസ്റ്റ് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് പോയിന്റ് ഇട്ടോ 1 2 3 നമ്പർ ഇട്ടോ ABCD എന്ന് എഴുതിയോ അങ്ങനെ എന്തെങ്കിലും അത്രയും എഴുതിയാൽ മതി. ഹെഡിങ് എങ്ങനെ കൊടുക്കണം സാർ? ഹെഡിങ് ജസ്റ്റ് ആക്ടിവിറ്റി 4 എന്ന് എഴുതിയാൽ. ആക്ടിവിറ്റി എത്രയാ? എന്താ?
ഓക്കെ, ഇപ്പൊ കേക്കാവോ? Yes, sir. ഓക്കെ Yes, sir. ഓക്കെ. അപ്പോ അത് ഇപ്പൊ ഇടയ്ക്ക് ആരെങ്കിലും സംസാരിക്കുക, അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിലാണ് ഇതേപോലെ ഈ ഒരു ഇഷ്യൂ വരുന്നത്. നേരത്തെ സാറും അമലും കൂടെ സംസാരിച്ചപ്പോഴാണ് കേൾക്കാൻ പറ്റാത്തത്. അതാ പറയുന്നത്. അപ്പൊ ഇപ്പോ അമലുവിന്റെ അവിടെ എന്താ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് ആ സമയത്ത് ഇതും അതുമായിട്ട് കണക്ട് ആവത്തില്ല പ്രോപ്പർ ആയിട്ട്. അപ്പൊ അങ്ങനെയാ ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. കേട്ടോ? ഇപ്പൊ അമലു പോയോ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഒരു കാര്യം ചെയ്യും, ഇന്നത്തേക്ക് ഇത്രയും ആക്ടിവിറ്റീസിൽ നമുക്ക് നിർത്താം. നമുക്ക് അടുത്തൊരു ഓൺലൈൻ ക്ലാസ് എടുത്തതിന് ശേഷം ബാക്കി ആക്ടിവിറ്റീസ് കൂടെ നോക്കാം. അല്ല, ജിയോ കെനഡി നിനക്ക് ഫുഡ് കഴിക്കാൻ പോണ്ടേ, അതുകൊണ്ടാ. അപ്പോ വേറൊന്നും ഇല്ലല്ലോ. ജിയോയ്ക്കാണെങ്കിലും പോവാൻ വേണ്ടിട്ട് നിക്കുക. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? പിന്നെ അടുത്ത ക്ലാസ് മുതല് നിങ്ങൾക്ക് ഒരു 7:30 ക്ലാസ് എങ്കിൽ ഒരു 9 മണി വരെ ഇരിക്കാൻ തയ്യാറായി വരണേ. കേട്ടോ? ദിയോ ഫുഡ് കഴിച്ചിട്ട് വരണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ 7:30 കുറച്ചുകൂടെ മുമ്പ് നമ്മൾ ക്ലാസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. 7 മണിക്കോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. Bye, sir. Bye, sir. Bye, sir. Bye, sir.